റെയ്ഡ് ഇടി വക റെയ്ഡ്. ആർക്കെതിരെ റെയ്ഡ്? സഖാവ് പിണറായി വിജയൻ. ഏത് സഖാവ് പിണറായി വിജയൻ? മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള, ധാർഷ്ട്യമുള്ള, അഹങ്കാരിയായിട്ടുള്ള, ചിരിക്കാനറിയാത്ത, പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുക്കുന്ന സഖാവ് പിണറായി വിജയന്റെ വീടുകളിലാണ് ഇന്ന് റെയ്ഡ് ഉണ്ടായിരുന്നത്. അല്ല, അപ്പൊ ഈ പറഞ്ഞ സെൻട്രൽ ഏജൻസീസ് എന്താ ആദ്യമായിട്ടാണോ ഈ പറഞ്ഞ അന്വേഷണം നടത്തുന്നത് ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ? അല്ലല്ലോ, വേട്ടയാടപ്പെടുന്നു എന്നാ പറയുന്നത് വർഷങ്ങളായിട്ട്. അതായത് ഇ ഡിയുടെ കീഴിൽ തന്നെ കിഫ്ബി മസാല ബോണ്ട് കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, CMRL കേസ്, അതുപോലെ CBIയുടെ കീഴിൽ SNC ലാവ്ലിൻ കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസ്. മൂന്നാമതായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ, അതായത് SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം, അതുപോലെ ഇൻകം ടാക്സിന്റെ കീഴിൽ ഈ പറഞ്ഞ CMRL കേസ്, കസ്റ്റംസിന്റെ കീഴിൽ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ്. ഇല്ല, അപ്പൊ ഇത്രയും കേസുകളുണ്ട്. ഇതിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? ഇപ്പൊ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ്? ഇന്നൊരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്തില്ലേ തെളിവില്ലാന്ന്. ഇതേ അവസ്ഥ തന്നെയാണ്, ഒന്നിനും തെളിവില്ല. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ്? 2014 ശേഷം ഡ്രാസ്റ്റിക് ചേഞ്ചാണ്, അതായത് കേസുകളുടെ എണ്ണത്തിൽ. എന്നിട്ട് അതിൽ തന്നെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 95% ഓപ്പോസിറ്റ് ലീഡേഴ്സിനെതിരെയാണ്. അതായത് അവരെ ഒന്ന് പേടിപ്പിക്കാൻ, ഭയപ്പെടുത്താൻ, അവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ സ്വന്തം പാർട്ടിയിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നത്. ഇനി മൊത്തം കേസുകളിൽ 99% ഫേക്ക് ആണെന്നാണ് പിന്നീട് തെളിഞ്ഞത്. കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞത് 1%. അതായത് ഈ പറഞ്ഞ ഇതിൽ നമ്മൾ ഓർത്തു പോകേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ, അതായത് ഒരു മുൻ മുഖ്യമന്ത്രി, ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രി, മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിക്കരയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് സംഭവിച്ചത് ഇലക്ഷന്റെ ടൈമിൽ, അതായത് ഡൽഹി ഇലക്ഷന്റെ സമയത്ത് മദ്യ അഴിമതി കേസ് എന്ന് പറഞ്ഞൊരു കേസ് കെട്ടിപ്പടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. വോട്ടിന് വേണ്ടി, പണത്തിന് വേണ്ടി, പൊസിഷന് വേണ്ടി കസാര കളി കളിക്കുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഉറക്കെ പറയുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ കൗതുകമായിരിക്കും, ധാർഷ്ട്യക്കാരനായിരിക്കും, അഹങ്കാരിയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ വ്യക്തി ഒരു നേതാവിന്റെ വീട്ടിൽ പോവാനോ, അവരുടെ കാൽക്കൽ വീഴാനോ, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ചേരാനോ, അല്ലെങ്കിൽ ഒരു അന്തർധാര ഫോം ചെയ്യാനായിട്ടോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങളായിട്ട് ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം സമയവും വേട്ടയാടപ്പെടുന്നതും. അപ്പോ ഇന്ന് കമന്റ് ബോക്സിൽ പറയുന്ന ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അത് ഇത് എന്ന് പറയുന്നവരോട് ഒരു കാര്യം മാത്രം നിങ്ങൾ അറിയാതെ പോകുന്നത്, ഇത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള ഒരു നാടകമാണ്. അതിൽ വീഴാതിരിക്കുക, മനസ്സിലാക്കുക.